നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ല വൈശാഖ. സിസ്റ്റം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ എന്റെ കൂടെ ഇറങ്ങിയിട്ട് എന്തൊരു ജ്യൂസ് കൂടിയാണിത്. എന്റെ ബാങ്ക് ബാലൻസ് മൊത്തം തീർന്ന്. ഇത് ലാസ്റ്റ് ജ്യൂസാണ്, നോക്കിക്കോ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാത്ത ശവമേ. ആവശ്യമുള്ള എന്തിനെങ്കിലും പ്രതികരിക്കും ഞാൻ. 2 പപ്സ്. ഫുഡ് സേഫ്റ്റി മാഡം ഇല്ലേ ഇത്? മാഡം വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇവിടെ മാഡം ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഫോളോ ചെയ്ത് വന്നു. മാഡം എന്താ ഇവിടെ? ഞാനൊരു കേക്കിന് ഓർഡർ കൊടുത്തിരുന്നത് വാങ്ങിക്കാൻ വന്നതാ. ഓ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ അല്ല, മോളുടെ. മോളോട് നമ്മൾ അന്വേഷണം വന്നേക്കണേ. പറയാം. എന്നാലും മാഡത്തിന് ഞങ്ങളെയും കൂടിയും വിളിക്കായിരുന്നു, വിനോദൻ വൈശാഖൻ. അത് അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മള് 3 ഉള്ളൂ. എന്നാലും നമ്മളെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. അല്ല, അത് ഈ കേക്ക് എത്ര പേർ കഴിക്കാൻ പറ്റും ബ്രോ? ഒരു 10-20 പേർ കഴിക്കാം. അവൻ പോയി കേക്കായിട്ട് നടക്കാലേ. കരയാതടാ അമ്മ വന്നടാ പൊന്നിന്റെ അമ്മ നല്ല വീടല്ലേ? ചേച്ചി, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ടേ. വൈശാഖൻ നിന്നെ കണ്ടിട്ടാണല്ലോ കുട്ടി കരയണത്. എന്താ മക്കളുടെ പേര്? എന്തായിരുന്നു പേര്? വൈശാഖൻ, വിനോദ്. ബലൂൺ പോയി. നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. മക്കളെങ്ങോട്ട് ഇരിക്കും. കൊച്ചിന് എത്ര വയസ്സായി? 2ാമത്തെ പിറന്നാളാണ്. കൊച്ചിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞെന്ന് പറയില്ല കേട്ടാ. അവൻ ഭയങ്കര ഉപദ്രവമായിരുന്നു. കൊച്ചോ? അല്ല, കാവ്യര മാപ്പിള. അതുകൊണ്ടാണ് അവര് പിരിഞ്ഞത്. അയ്യോ, ഞാൻ പറഞ്ഞ നാട്ടും പറയില്ലേ മക്കളെ. അല്ല, അപ്പൊ ഈ കഴുത്തിലെ താലി, നെറ്റിയിലെ സിന്ദൂരവും? അപ്പോ അതൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ കൊച്ചിട്ടോണ്ട് നടക്കണല്ലേ. മക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയേ ചെയ്യില്ല കേട്ടാ. വൈശാഖ, എന്താന്നറിയില്ല, ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു കുളിരും വയറ്റിലൊരു വിറയലും. ചേച്ചി ഡോളോ അങ്ങനെ ഇരിപ്പുണ്ട്? പാരസെറ്റമോൾ ഉണ്ട്, തരട്ടാ? എടുക്കട്ടാ? വെള്ളം മാറി കുളിച്ചതിന്റെ കുറച്ച് ഞാൻ മാറും. ധൈര്യത്തിലിട മാറും. ഇതാരാ? ഞാനും എന്റെ അച്ഛനുമാ, KK രാജേന്ദ്രൻ. ഓ, വലിയ പൊതുപ്രവർത്തകനാ. നിങ്ങളെപ്പോലെ പണ്ട് ഇതുപോലെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാ. അച്ഛൻ ഏത് ട്രൂപ്പിലായിരുന്നു? ഇന്ത്യൻ റെയിൽവേക്കെതിരെ ട്രാക്കിൽ ടോയ്ലറ്റ് ടാങ്ക് തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട് കുറെ പരാതികളും നിവേദനങ്ങളും കൊടുത്തതാ. ആരും തിരിഞ്ഞു നോക്കിയില്ല. വിനോദ് പറയുന്നത് ശരിയാ, സിസ്റ്റം ശരിയല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, പക്ഷെ ആ സമയം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈടാറ് ഞാൻ എടുത്തോട്ടാ. നീ എന്തിനാ ബുക്ക് എടുത്തത്? ഡ്രീംസ് എവിടെ കണ്ടാലും ഞാൻ എടുക്കും. വൃത്തിയോടെ കാട്ടരുത്. അതവിടെ തിരിച്ചു വെക്ക്. ഡയറി തിരിച്ച് ചെയ്യാം. പൈസ എനിക്ക് വേണം. DSP സാർ. സാർ സാർ അമ്മച്ചി, DSP സാറുണ്ടോ? JCB വിളിക്കുന്നു. അമ്മച്ചി, ഞങ്ങൾ പണിക്കുവന്നല്ല. അയ്യോ, ജയചന്ദ്ര ബാബു എന്നാ പേര്. ഞാൻ JCB വിളിക്കുന്നു. വെരി സ്വീറ്റ്. ശരി. സിനിമാ പ്രേമികൾ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന പല ചലച്ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തിക്കഴിയുമ്പോൾ അതേ എണ്ണയിൽ ആ സിനിമയുടെ സംവിധായകനെയും നടനെയും നിർമ്മാതാവിനെയും പൊരിച്ചെടുക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളെ പറ്റി ഒന്ന് ചിന്തിച്ചു. നമസ്കാരം. നമസ്കാരം. പ്രീത മാഡത്തിന്റെ ഫ്രണ്ട് കാവ്യ മാഡം പറഞ്ഞിട്ട് വന്നതാ. കാവ്യമാധവനോ? കാവ്യ മാധവനല്ല, കാവ്യ മാഡം. ഓ, ഇയാൾക്ക് ചെവിയിട്ടു. എന്താ കാര്യം? നമ്മൾ മാവേലിക്കര. അതെ. അതിന് വന്ന കാര്യം പറയൂ.
സാറിന് ഈ പോലീസ് വകുപ്പുമായിട്ട് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടെന്ന് കേട്ടായിരുന്നു. അതാ വന്നേ. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലാതെ മറ്റെന്തിനെ കുറിച്ചായിരിക്കും ഗ്രാഹ്യം ഉണ്ടാവുക? സാർ ഞെട്ടരുത്, എന്തിന്? ഞങ്ങളൊരു തിരക്കഥാകൃത്തുക്കളാണ്. ഏ? ഞെട്ടി. അതെ ഇരട്ട തിരക്കഥാകൃത്തുക്കളാണല്ലേ? അതെ അതെ. അതെ Twins right. ഈ ലാൽ ജോസിനെയും ആഷിഖ് അബുവിനെയും തരുൺ മൂർത്തിയൊക്കെ പോലെ. ഇവരൊക്കെ ഇരട്ടകളാ? അതെ അതെ. അതായത് സാർ നമ്മുടെ കഥയിലെ കഥാനായകൻ നിർത്തിയിരിക്കുന്ന ബസ്സിൽ കല്ലെറിയും. ശേഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ലീഗൽ അഡ്വൈസ് അതിനാണ് സാറിന് മുന്നിൽ വന്നത്. ഏതാ ബസ്? KSRTC. ഹ? നന്നായി, അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് സാർ അതിൽ നിന്ന് നായകന് രക്ഷപ്പെടണം. എന്തെങ്കിലും ഒരു പോംവഴി സാറിന് കൊണ്ടേ പറ്റൂ. ഈ നായകനായി അഭിനയിക്കുന്ന ആള് സൂപ്പർ സ്റ്റാറോ മറ്റോ ആണെങ്കിൽ തോക്ക് KSRTC കാരന്റെ വെച്ചിട്ട് ഉടൻ നടപടി എടുക്കാൻ പറഞ്ഞാ പോരെ? സാർ തോക്ക് മാറ്റി വെക്കണം. സൂപ്പർ സ്റ്റാറിനല്ല, പുതിയൊരു ചെറുപ്പക്കാരനാ. ചിലപ്പോ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് ജീവിക്കും. തോക്കെടുക്കാനുള്ള ആരോഗ്യം പോലും ഈ സൂപ്പർ സ്റ്റാറിന് അതെ. അതുവരെ ഡൂ. സാർ നായകന് ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു പോംവഴി. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. പുള്ളു തപ്പല്ലേ പഴഞ്ചൊല്ലി പറഞ്ഞു. നമ്മുടെ ചെവിയിൽ ഇത്തിരി വെള്ളം വീണെന്ന് വെച്ചോ, എന്തോ ചെയ്യും? ENT കാണിക്കണം. കുറച്ച് വെള്ളം കൂടെ ചെവിയിലേക്ക് ഒഴിക്കണം. എന്നിട്ട് എന്ന് കുലുക്കുമ്പോ മൊത്തം വെള്ളം പുറത്തു പോകും. എന്താ, മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി സാർ. താങ്ക് യു. ആ, വാടാ. ഓ അപ്പോ ട്രാൻസ്പോർട്ടിന് കല്ലെറിയൂ, സിനിമ വിജയിപ്പിക്കും. താങ്ക് യു സാർ, താങ്ക് യു. വാടാ. പുള്ളിക്ക് വട്ടല്ല, പിന്നെ ചെവിയിൽ വെള്ളമൊഴിച്ച ENT സ്പെഷ്യലിസ്റ്റിനല്ലേ കാണിക്കേണ്ടത്. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഇങ്ങേര് എന്തിനു പറഞ്ഞു? പുതിയ സിനിമകൾ വാ, വേഗം രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയും. ബസ്സിന് കല്ലെറിഞ്ഞ പ്രതി ഗോൻ ചന്ദനെ 2024/227 ശിക്ഷാ നിയമപ്രകാരം പൊതുമുതൽ നശിപ്പിക്കലിന് 14 ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്തു. അതെ, ഈ കേസ് ഞാൻ വാദിക്കട്ടെ? പറ, വാദിക്കട്ടെ പോലും. പിടിച്ചു കേട്ടോ. ബൈ ജാൻ. ഓക്കെ. ശരിയാണല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, മാഡം എങ്ങോട്ടാ പോയെന്നറിയോ? എനിക്കറിയത്തില്ല. മാഡം ഈ വെടികൊണ്ട് പന്നിയോട്ട് എങ്ങോട്ടാണാവോ? ഇത്രയും നല്ലൊരു ചിക്കന്റെ മുഖത്തോക്കി പന്നി എന്ന് വിളിക്കാൻ സോറി, വലിയച്ഛൻ്റെ അടുത്ത് പറയരുത്. വലിയ ചെയ്തൊക്കെ തിരക്കേണ്ട കാര്യം. അത് കറക്റ്റ് ആണല്ലോ. നീ വണ്ടി എടുക്കുക, എന്തോ പന്തിയേടുണ്ട്. ഇതിൽ ഏതായാലും നമ്മളെ ഹെൽമെറ്റ് ഇങ്കിപ്പെങ്കി പോങ്കി. വേഗം വണ്ടി എടുക്കുക, നമ്മളവരെ പിറകെ പോണം. പോണം. ഇത് വേറെ കേസാവും, അതുകൂടെ ഉള്ളൂ.